ഗൈസ്, അപ്പോൾ ദേ ഞങ്ങൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ദേ ഒരു വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ കോലോത്തുംകടവ് മാർക്കറ്റിൽ പോയായിരുന്നു. അപ്പോൾ നമ്മൾ വരാൽ കൊടുക്കാൻ പോയത്. അപ്പം അവിടെ ചെന്നപ്പോൾ ഇത്രയും വലിയ ചെമ്മീനെ കണ്ട്. അപ്പോൾ നമുക്കൊരാഗ്രഹം ചെമ്മീനെ മേടിച്ച് വറുത്താലോ എന്ന്. അപ്പം ദേ വരാൽ കൊടുത്ത പൈസയ്ക്ക് ഞങ്ങൾ ചെമ്മീൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വലിയ ചെമ്മീൻ ബ്രൈ. അപ്പോൾ നമുക്കിത് ആദ്യം ക്ലീനാക്കി സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് കിള്ളേണ്ടതെന്നും അല്ല, എങ്ങനെയാണ് ഞാൻ കിള്ളുന്നതെന്ന് കാണിച്ചു തരാം. കാരണം ഇതിനകത്ത് ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലേ. ഇത്രയും വലിയ ചെമ്മീൻ ഞങ്ങൾ കിള്ളിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെയാണെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ല. മീശ ഉണ്ട്, മീശ ഒരു കണ്ണേ ഉള്ളൂ അതിന്. ഇതിന്റെ കണ്ണി കോർത്ത് വലിക്കുന്ന നമ്മള്. അപ്പൊ ഞങ്ങൾ ഇത് ചെമ്മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നേരത്തെ. അതിന് ഇവിടെ കൊടുക്കാം, 3 ഡോട്ട് ഉണ്ടല്ലോ, അവിടെ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ആദ്യം കിള്ളിയെടുക്കാം. ഇതിപ്പോ എങ്ങനെ കിള്ളൂന്നൊരു ഐഡിയ ഇല്ല. നമ്മളിത് കിള്ളി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. നമുക്ക് ഇതിന്റെ മാക്സിമം ദശ പോവാത്ത രീതിയിൽ സെറ്റാക്കി എടുക്കാം. ഇത് വേണ്ടേ? അപ്പം ഇവിടെ ദശ ഉണ്ടടി. അത് ഞാൻ ദശ ആ രീതിയിൽ തന്നെ ഞാൻ എടുത്താ. ഇത് വളരെ എളുപ്പമാണ്. അതില് വേസ്റ്റ് വെക്കാൻ കൊണ്ടൊന്നുമല്ല, വേസ്റ്റ് അതിനകത്തിട്ട അതിനകത്ത് കല്ലിയത്. ഇത് വേണ്ടല്ലേ? ഇതിന്റെ തൊണ്ട എങ്ങനെ പൊളിച്ചെടുക്കണം? അതിന്റെ അതാണ് അത് എടുത്തിട്ട് ഇവിടെ ഓടിക്കണം. അത് കളഞ്ഞിട്ട് സിമ്പിളാണ്. ലാസ്റ്റ് എന്റെ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഹരീഷ്മ നല്ല കിടനായിട്ട് നമ്മുടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത് വരുമ്പോ എന്തോരം ഉണ്ടാവും അറിയത്തില്ല. അപ്പൊ ഹരീഷ്മ ഒരെണ്ണം കിള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരെണ്ണത്തെ ഇട്ട് മസിൽ പിടിച്ചോണ്ടിരിക്കുക. ചാടിക്കളി. അപ്പൊ എത്രയും വേഗം നമുക്കിത് കിള്ളി എടുക്കാം. അപ്പോൾ നമ്മളിത് ചെമ്മീൻ നല്ലവണ്ണം നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി അത് കഴുകി വൃത്തിയാക്കി എടുക്കാം. 1/2 കിലോ ആണ് നമ്മൾ മേടിച്ചത്. 10 എണ്ണം കറക്റ്റ് ഉണ്ട്. അപ്പോൾ 5 എണ്ണം വെച്ച് ഞങ്ങൾക്ക് 2 നേരം കഴിക്കാം. അപ്പോൾ ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നമുക്ക് ഫ്രൈ ആക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മസാലയൊക്കെ ചേർത്ത് ഒരു 5-10 മിനിറ്റ് പിടിക്കാൻ വേണ്ടി വെക്കാൻ പോവാം. ആദ്യം മുളക് പൊടി കുറച്ചിടാം, മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത്, കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് ഇത് പിടിക്കാൻ വേണ്ടി വെക്കാം. 10 മിനിറ്റോളം നമ്മളിത് വെച്ചു. മസാലയൊക്കെ പിടിച്ച്, മസാല സാധാരണ മസാല. അപ്പോൾ നിങ്ങൾ ഓർക്കും നമ്മൾ എന്തുകൊണ്ടാണ് റോസ്റ്റ് ഒന്നും ചെയ്യാത്തത്, ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് കൊഴുവ മേടിച്ച് ചുമ്മാ വീട്ടിൽ വറുത്തു. അപ്പോൾ അതിനിടയ്ക്ക് 2-3 ചെമ്മീൻ കിടക്കുന്നുണ്ട്, കുഞ്ഞു ചെമ്മീൻ. അപ്പോൾ അത് ഫ്രൈ ആക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പം ഇന്ന് ഞങ്ങളിത് റോസ്റ്റും അല്ലെങ്കിൽ അങ്ങനെ പെരട്ട് അങ്ങനത്തെ ടൈപ്പൊന്നും ചെയ്യാതെ ചുമ്മാ സാധാ മീൻ വറുക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ മസാലയൊക്കെ ഇട്ടുന്ന വറുത്ത് നോക്കാൻ പോയി എങ്ങനെയുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അതെ, നമ്മൾ ചട്ടി വെച്ചിട്ട് റോസ്റ്റ് നമ്മൾ ബ്രിട്ടോസ് ഒക്കെ ആയിട്ട് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പം അത് അന്ന് ഇത്രയും വലിയ ചെമ്മീനല്ലായിരുന്നു. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം. ആദ്യം
ഒരു തണ്ട് കറിവേപ്പില നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. എണ്ണ ചൂടായില്ല. അപ്പം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ അതിനകത്തോട്ട് ഇടാം. ഞാൻ ഉദ്ദേശിച്ച നല്ല ഷേപ്പിലൊക്കെ ഇടാമെന്നാണ്, പക്ഷെ ഇട്ട് വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കറക്റ്റ് 10 കഷ്ണങ്ങളുണ്ട്. ഞങ്ങൾക്ക് കറക്റ്റ് 5 വെച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇടി ഉണ്ടാകത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ ഇടി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റ് 10 കഷ്ണമുണ്ട്. നമുക്കിതൊന്ന് നല്ലവണ്ണം മൊരിച്ചെടുക്കാം. ഉള്ളൊക്കെ നല്ലവണ്ണം വേകണം, വലിയ ചെമ്മീനായതുകൊണ്ട്. അപ്പം അതിൻ്റെ രീതിയിൽ തന്നെ നമുക്കൊന്ന് മൊരിച്ചെടുത്തിട്ട് ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം. ചെമ്മീൻ നല്ല കിടിലായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഒരു 3/4 മണിക്കൂറോളം എടുത്ത് 2 സൈഡ് തെറ്റാനായിട്ട്. അപ്പോൾ നമുക്കിനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ലവണ്ണം മൊരിഞ്ഞ് സെറ്റാക്കി എടുക്കണം. കാരണം ഇതിൻ്റെ ഉള്ളു വെന്തിൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നല്ലവണ്ണം മൊരിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ചെമ്മീൻ, വലിയ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് നല്ല കൊതി വരുന്നുണ്ട്. നമുക്ക് കഴിക്കാം. നമ്മൾ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഇന്നലത്തെ ചാളക്കറിയും നല്ല കൊടംപുളി ഇട്ട് വെച്ച ചാളക്കറിയും നല്ല പുളിയുള്ള മോര് കാച്ചിയത്. അപ്പോൾ നമ്മളിന്ന് ഇതിൻ്റെ കൂടെ ഒരു ചെമ്മീൻ കടിച്ചു നോക്കാൻ പോവാണ്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറോളം ഇത് 2 സൈഡും കൂടി കൂട്ടി മൊരിച്ചെടുക്കുക. കാരണം ഉള്ളു വെന്തില്ലെങ്കിൽ വയറുവേദനയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ മൊരിച്ചെടുത്തതാണിത്. അളവും ചെറുതായി പോയി. അത് എന്തോരം ഉണ്ടായിരുന്നു ഇതാത് ഇത്രേ ഉള്ളൂ. സൂപ്പർ സാധനം, അടിപൊളിയായിട്ടുണ്ട്. അന്ന് ആ ചെറുത് കഴിച്ച അതേ ടേസ്റ്റ്. ചെറിയൊരു കൊഴുവായിൽ ഇട്ട് വറുത്തതാ. കൊഴുവായുടെ കൂടെ വാങ്ങിച്ചപ്പം 2 പോണ്ട് അതിനകത്ത് കിടന്നത്. അപ്പം അങ്ങനെ കിട്ടിയപ്പം കഴിച്ചപ്പോൾ ആ ടേസ്റ്റ് നമുക്കങ്ങ് ഇഷ്ടപ്പെട്ട. കൊള്ളാം. കുറെ നാൾ കൂടി ഞങ്ങൾ ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ട് ചോറ് കഴിക്കുന്നത്. മീൻകറിയും ചെമ്മീൻ വറുത്തതും മോര് കാച്ചിയതും. എത്ര നടത്തും? കൊള്ളാം കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയും ഇത് ഞങ്ങൾ തീർക്കാൻ പോവാണ്. അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും പോയി. എന്തായാലും വലിയ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ സാധാ മീൻ വറക്കുന്ന പോലെ നല്ലോണം മൊരിച്ച് നല്ലോണം വറുത്തെടുക്കണം. ഈ പുറം ഇച്ചിരി കരിയുന്ന പോലെയൊക്കെ കാണുന്ന രീതിയിൽ ആക്കി എടുക്കുന്ന. കരിഞ്ഞിട്ടില്ല, ആ ഒരു അപ്പൊ നല്ലോണം ഉള്ളു നല്ലോണം കട്ട് ചെയ്ത് നല്ലോണം വെന്ത് വരും. അപ്പൊ ഇത്രയും നല്ലവണ്ണം വറുത്തങ്ങ് എടുക്കുക. സവോളയൊക്കെ മിക്സ് ചെയ്യുക. സൂപ്പറാണ്. അവരുടെ വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അത് കഴിച്ചു തീർക്കട്ടെ.